ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഇന്ന് ഞാൻ ഒരു 80s 90s ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുമ്പോൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നൊക്കാച്ചിയ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ, ഈ വീഡിയോ എൻ്റെ മോനെ, നിങ്ങൾ ആ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലായി എന്ന് നോക്കണം. നമ്മൾ ഈ സ്കൂളിൽ അത് ഒരു 90s ആ ഒരു സമയത്തുള്ള ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് റിലേറ്റ് ആയെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന നേരത്ത് വെറുതെ ഒരു വടിയെടുത്ത് നമ്മുടെ ചെടികളുടെയൊക്കെ തല കെട്ടി കൊണ്ടുപോകുന്ന ഒരു സംഭവമല്ലേ, ഇങ്ങനെ അടിച്ചടിച്ച് ആ സംഭവമാണ്. പിന്നെ അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തു ഗൈസ്. അടുത്ത വീഡിയോ, എൻ്റെ മോനെ, ഇതുപോലെയൊക്കെ എന്തോരം ചെയ്തേക്കണ്. ഇതൊന്നും എനിക്ക് മനസ്സിലാവാത്ത പരിപാടി. ഇങ്ങനെ വട്ടം കറക്കും, പിടിച്ചു നിർത്തും, ഒരു രസം. ഇതും ചെയ്തിട്ടുണ്ട്. എന്തായാലേ കൊള്ളാം, കുറച്ച് നൊക്ലാച്ചിയ തിങ്സ്. അപ്പോൾ ഈ സംഗതി ഇതെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സമയത്തുള്ള ഒരു മറ്റേ പഴയ ടി വിയില്ലേ ബാക്കിലേക്കുള്ളത്, എൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ടി വി. ആ ടി വിയുടെ മറ്റേ ആൻ്റണി ഇല്ലേ, ഇങ്ങനെ അലൂമിനിയം ഫ്രെയിം കൊണ്ട് ഇങ്ങനെ ആ സംഭവം അതിൻ്റെ സിഗ്നൽ കിട്ടാൻ നമ്മുടെ ടി വിയുടെ ബാക്കിലേക്ക് കുത്തി കൊടുക്കുന്ന കണക്ഷനാണ്. ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പേനയുടെ ഒരു ഇതുണ്ട്, ഒരു സംഭവമുണ്ട്. ഈ പേനയിൽ ഒരു തരം മഷിയുണ്ട്. ആ മഷിക്ക് ഒരു ഭയങ്കര ഒരു സ്മെല്ലാണ്. എൻ്റെ മോനെ, എന്നെ എങ്ങോട്ടോ കൊണ്ടുപോകണു ഗൈസ് ഇതെല്ലാം. ഇതൊക്കെ എന്തോരം ചെയ്തേക്കണത് മോനെ. സൈക്കിള്, നിങ്ങളിങ്ങനെ സൈക്കിളിൽ ഞാനതിപ്പോൾ പോസ് ചെയ്ത് വെച്ചതിൻ്റെ കാരണം, നിങ്ങൾ ആ സൈക്കിളിലുണ്ടല്ലോ, നിങ്ങൾ ഒരു 90s 80s ആ ഒരു സമയത്ത് ഉള്ള ആ ഒരു ജനറേഷനിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് റിലേറ്റ് ആവും. നമുക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിള് എന്തോരം അടിപൊളിയാക്കാവോ. അതുപോലെ മറ്റേ ഈ ടയറിൽ റിമ്മിൽ അതിൻ്റെ കമ്പിയുടെ ഉള്ളിൽ ഒരു മുത്ത് കയറ്റിയിടൽ, പിന്നെ നമ്മുടെ പഴയ കാസറ്റില്ലേ അതിൻ്റെ വള്ളി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടൂലേ കുറേ, ആ സംഭവങ്ങളൊക്കെ ചിറ്റ മോനെ. പിന്നെ ഇതുപോലെ കുറേ ഉണ്ട്. ഒടുക്കത്തെ നൊസ്റ്റാൾജിയ അടിക്കും. മൈ ഗാഡ്, ഇത് ഞാൻ കളിച്ചിട്ടുണ്ട്. നൈസ്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റൊരു സംഗതിയാണ് ഗൈസ് ഇത് യാഹൂ. ഇതും കണ്ടിട്ടുണ്ട്. എൻ്റെ മോനെ, പത്രം. ഈ സംഭവം ഭയങ്കര നൊസ്റ്റാൾജിയ അടിക്കുന്ന സാധനമാണ്. ഓരോ ദിവസത്തെ TV ഷോയും സിനിമകളും എല്ലാം പത്രത്തിൽ വന്നിട്ട് നമ്മൾ നോക്കിയിട്ട് കാണുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാർ വേൾഡ്, സ്റ്റാർ മൂവീസ്, HBO അതെല്ലാം ഇപ്പോഴും ഉണ്ട്. എന്നാലും അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് ഗൈസ്. നോക്കിയ ഈ നടുക്കിരിക്കുന്ന ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പുറത്ത് കാർട്ടൂൺ നെറ്റ്വർക്ക് നിന്നുപോയി. എൻ്റെ ദൈവമേ, കാർട്ടൂൺ നെറ്റ്വർക്കൊക്കെ. ഞാൻ ഈ കാർട്ടൂൺ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് കേബിൾ TV എടുക്കാനൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേബിൾ എടുത്തപ്പോൾ കാർട്ടൂൺ നെറ്റ്വർക്ക് ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല ഗൈസ്. അതും മിസ്സായിപ്പോയ സംഗതികളിലൊന്നാണ്. അതുപോലെ ഇതും നമ്മൾ കണ്ടേക്കുന്ന സംഗതികളാണ്. ഈ സാധനവും ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തു പറയാൻ, നമുക്കെല്ലാവർക്കും എന്തൊക്കെയോ മിസ്സായിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? നമുക്കൊക്കെ എന്തെല്ലോ മിസ്സായി പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും പെട്ടെന്ന് വലുതാവുന്നു. എന്ത് ചെയ്യും ആലോചിച്ചിട്ടും പിടിയും കിട്ടുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ആൻ്റണി ഇല്ലേ, CRT TVയുടെ ഇതിൻ്റെ കണക്ടറാണ് മറ്റത്. അയ്യോ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീല് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവത്തിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇത് മറ്റേ റബ്ബർ. അയ്യോ, ഇതിൻ്റെയൊക്കെ സ്മെല്ല്, മൈ ഗാഡ്. അതുപോലെ തന്നെ നമ്മുടെ ദൂരദർശൻ, ഇതിൻ്റെ ഒരു BGM ബാക്ക്ഗ്രൗണ്ട് തന്നെ. എന്താല്ലേ, നെക്സ്റ്റ് ഞാൻ എങ്ങടോ പോണു.
ഓ, ഈ പെൻസില് നമ്മൾ ഓരോ പെൻസിലിന് ഇത് ഊരിയിട്ട് മേളിൽ നിന്ന് ഇട്ടിട്ട് തന്നെ സംഭവം അതാണ് കൊളാച്ചിയ. ഇത് ചെയ്യ ഇത് നമ്മുടെ മറ്റേ സംഭവം വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ബോളായിട്ട് വന്ന സാധനമില്ലേ, ഓർബീസോ ഇങ്ങനെന്തോ പറയും. ഇതും കളിച്ചിട്ടുണ്ട്. ഇതും അയ്യോ, ഇത് പിന്നെ ഇവിടെ കിട്ടും. സിപ്പപ്പ് ഇതിനകത്ത് കിട്ടാത്ത നാരങ്ങ മിഠായും സിപ്പപ്പും കപ്പലിൻ്റെ മിഠായും ഈ കോലൈസോ ഈ സാധനമൊക്കെ ഇപ്പോഴും കിട്ടുന്ന. ഇതൊന്നും നാരങ്ങ മിഠായിയൊക്കെ നൊസ്റ്റാൾജിയ അടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതൊക്കെ ചെയ്യാറുണ്ട്. എന്തോരും ബുക്ക് പൊതിഞ്ഞേക്കണു. നിങ്ങൾ പൊതിഞ്ഞിട്ടില്ലേ? സ്കൂൾ തുറക്കണേൻ്റെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഇതുപോലെ റോള് മേടിച്ചിട്ട് ഇരുന്ന് പൊതിയ. ചോറും പറ്റായി ഫെവിക്കോളൊക്കെ അന്ന് കോസ്റ്റ്ലിയാണ് ഗൈസ്. ചോറും പറ്റൊക്കെ വെച്ച് ഒട്ടിച്ച്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പഴയ ലൈഫ്, അതായത് 80s 90s ആ സ്കൂൾ ജീവിതങ്ങൾ ആ ഒരു സമയത്ത് ഓർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ പോയി. ഇതും റിലേറ്റ് ചെയ്യാൻ പറ്റിയതാ. സ്കെച്ച് കോയിൻ എടുക്കണു, ബുക്കിൻ്റെ അടിയിൽ വെക്കണു, പേപ്പറിൻ്റെ അടിയിൽ വെക്കണു, വരയ്ക്കണു. എന്താണ് ഫസ്റ്റത്തെ ഫോട്ടോസ്റ്റാറ്റ് നട്രാജ്. ഇവരുടെ ഒരു പെൻസിലില്ലേ, ഒരു ബ്ലാക്ക് റെഡ്, അതിപ്പോഴും ഉണ്ട്. അതും അതിൻ്റെ 2 സൈഡും കൂർമ്മിച്ചിട്ട്. അതുപോലെ തന്നെ മയിൽപ്പീലി. നിങ്ങളെല്ലാവരും മയിൽപ്പീലി ബുക്കിൻ്റെ ഒക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടാവും. ആരോ പറഞ്ഞ സത്യം കേട്ട് മയിൽപ്പീലി ബുക്കിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് ഇപ്പോൾ വിരിയുമെന്ന് നോക്കിയിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതും നമ്മൾ മിസ് ചെയ്യുന്നു ബോയ്സ്. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് താഴെ പറയാവുന്നതാണ്. ഇത് റബ്ബർ അതിലേക്ക് പെൻസിൽ കുത്തിക്കയറ്റുന്ന പരിപാടി ഇതൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഫെവിക്കോൾ എടുക്കുന്നു, കയ്യിലൊഴിക്കുന്നു. ഇതും ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നട്രാജ് പെൻസിൽ. ഇതും യോ, നിങ്ങളാരൊക്കെ ഇങ്ങനെ പേന കളിച്ചിട്ടുണ്ട്? അയ്യോ, എന്ത് പറയാനാണ്. ആ ടയർ ഉരുട്ടിക്കൊണ്ട് പോകണൊക്കെ ഒരു കാലഘട്ടത്തിലെ ഒരു സമയത്തെ നമ്മുടെയൊക്കെ പോർഷയും BMW ബെൻസും ഒക്കെ ആയിരുന്നു. എല്ലാം നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മളൊക്കെ വല്ലാണ്ട് വലുതായി. ലേസർ, ഇതാ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം, ഇതൊക്കെ ഉണ്ട്. ആ സ്റ്റാറൊക്കെ റൂമിൻ്റെ മേളിലൊക്കെ ഒട്ടിച്ചൊരു സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ പേന, ഇത് ഇപ്പോഴും എനിക്കൊരു അത്ഭുതമായിരുന്നു. ഈ ഒരു പേനയിൽ നിന്ന് ഇത്രയും കളറുള്ള പേന ഫില്ലറുകൾ എങ്ങനെ വന്നു ഒരു പിടുത്തമില്ലാത്ത ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ചോക്ക്, ബാഗ്, അങ്ങനത്തെ ബാഗൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ചാറ്റ സീറ്റ് കളി, മൈ ഗോഡ്. അതുപോലെ തന്നെ കാസറ്റ് എത്ര റിവൈൻഡ് ചെയ്തിരിക്കുന്നു. വാക്മാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു ചാർജർ, ആ ചാർജർ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ ഒരു സംഭവം. ഞാൻ കളഞ്ഞിട്ടില്ല. ബാറ്ററി ചാർജറൊക്കെ പോണ സമയത്ത് അതും അടിപൊളിയാണ്. പിന്നെ ഈ സംഭവം ഇതൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ സംഭവം സൈക്കിൾ മോഡിഫിക്കേഷൻ, ഫസ്റ്റ് മോഡിഫിക്കേഷൻ, അതായത് MVD പിടിക്കാത്ത മോഡിഫിക്കേഷൻ. ഇതും ചെയ്തിട്ടുണ്ട്. മറ്റേ സോഡാ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട്. അയ്യോ, കല്ല് കളി. അപ്പോൾ ഇതൊരു ആനിമേഷൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ആവണേന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് കിട്ടിയ സംഭവം ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് എക്സാമിൻ്റെ തലേ ദിവസം ഒരു ദിവസം മുന്നേ ഒക്കെ, ആ ഒരു ദിവസം മുന്നേ നമ്മൾ അമ്പലത്തിൽ പോകണു, പ്രാർത്ഥിക്കണു. അതുപോലെ തന്നെ നമ്മുടെ ഈ എഴുതുന്ന പാടില്ല, അതിനകത്ത് കുറേ ദൈവങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് വെക്കുന്നു. അതുപോലെ തന്നെ എന്തിനോ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ഒരു ദിവസം ഫുള്ള് പൂജിച്ച പേന
അതെന്തിനാന്ന് പകുതി നമ്മുടെ ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഓർത്തിട്ടായിരിക്കും. ആ ഒരു പേനയൊക്കെ വെച്ചിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളല്ല, ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അതന്നെ. എക്സാം പേപ്പർ വീട്ടിൽ വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സംഭവം. അതുപോലെ നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് പറഞ്ഞു കൊടുക്കണേയും എഴുതിയ പേപ്പർ നൂല് വെച്ച് കെട്ടണേയും. അയ്യോ, ഇതും ഒരു അനിമേഷൻ വീഡിയോ ആണ്. ആര് ചെയ്താന്നറിയില്ല, എന്നാലും പുള്ളിക്ക് വലിയൊരു ഷൗട്ട് ഔട്ട്. അപ്പോൾ ഈ സംഭവം നമുക്ക് കണ്ടു നോക്കാം. വലിയ സൈക്കിളില്ലേ, അത് നിങ്ങൾ ആരെങ്കിലും ഈ ഇതുപോലെയുള്ള വലിയ ഹെർക്കുലീസിൻ്റെ സൈക്കിള് ഇങ്ങനെ കാല് വെച്ച് ചവിട്ടിയിട്ടുണ്ട് ഉണ്ടെങ്കിലും താഴെ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. എന്തായാലേ പറന്ന പോളൂ ഇങ്ങനെയൊക്കെ സൈക്കിൾ ഇതിൻ്റെ ഇങ്ങനെ കാല് വെച്ചിട്ട് ചവിട്ടുകയാണെങ്കിലും നമ്മൾ സൈക്കിളിൽ നിന്ന് പറന്ന പോളൂ ഇടിച്ച്. എവിടെയോ എന്തൊക്കെയോ കഴിഞ്ഞു. നമ്മുടെ ഈ ചെറിയ നോക്ലാച്ചിയ വീഡിയോ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്, എങ്ങടൊക്കെയോ എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഈ കുറച്ച് വീഡിയോസ് എന്നെ വല്ലാണ്ട് ഒരുപാട് പുറകിലേക്ക് ചിന്തിപ്പിച്ചു, അതുപോലെ തന്നെ പുറകിലേക്ക് കൊണ്ടുപോയി. സെഡായി ഗൈസ്. കുറേ നൊസ്റ്റാൾജിയ സംഭവങ്ങളൊക്കെ ആലോചിച്ച് നിങ്ങളെ ഞാനിത് ഓർമ്മപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസുമായി കാണുന്നവർ, അയ്യോ അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും സന്ധിക്കും വരും. ബൈ ബൈ. ബൈ ദ ബൈ.